ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇറാൻ്റെയും യു എസിൻ്റെയും പീസ് ടോക്സ് മിക്സഡ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഡേറ്റാസ് കംപ്ലീറ്റ്ലി ഒരു ഒരു പീസ് ടോക്കിനുള്ള ഒരു സാധ്യത പറഞ്ഞിരുന്നു. ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇസ്ലാമാബാദിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ പറഞ്ഞിരുന്നു. അമേരിക്ക പിന്നെ പോകുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ പറഞ്ഞിരുന്നു. സോ അത് മിക്സഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പക്ഷേ ഒമാൻ ഇടയ്ക്ക് ഉള്ളിൽ വരുന്നുണ്ട്. സോ പീസ് ടോക്സ് അവിടെ നടക്കുന്നുണ്ട്. ഇനിയൊരു യുദ്ധത്തിന് ഇരു രാജ്യങ്ങൾക്കും വലിയ താല്പര്യമില്ല, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് അവിടെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന. അവരുടെ റിസർവ്സ് വലിയൊരു ശതമാനം ആർമറിയും അവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് അവർക്ക് ഓൾറെഡി അമേരിക്കയിലുണ്ട്. സോ അത് കാരണം അവർക്ക് ഇനിയൊരു ഫൈറ്റിലേക്ക് പോകാൻ വലിയ താല്പര്യം ഇല്ല. എങ്ങനെയും ഇത് കംപ്ലീറ്റ്ലി പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യിക്കുക എന്നുള്ളതാണ് അവിടുത്തെ സിറ്റുവേഷൻ നിൽക്കുന്നത്. സോ അതിന് സാധ്യതയുള്ളത് കാരണം മാർക്കറ്റ് യു എസ് മാർക്കറ്റ്സ് ഹൈയിലാണ് നിൽക്കുക. പിന്നെ ലാസ്റ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ഇറാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി നിൽപ്പുണ്ട്. സോ അത് ഒരു മൈൽഡ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവിടെ വാറിൻ്റെ സംഭവം ഒന്ന് സബ്സൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഫേവറബിൾ കണ്ടീഷൻ ഇല്ലെങ്കിൽ ഒരു അടുത്ത മൂവ്മെൻറ്റ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് സീസണാണ്. അപ്പോൾ പുതിയ നമ്മുടെ കമ്പനികളുടെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. റിലയൻസിൻ്റെ കുഴപ്പമില്ല, എല്ലാ കമ്പനികളും വരുന്നുണ്ട്, പ്രോഫിറ്റ് കൂട്ടുന്നുണ്ട്. പക്ഷേ എബിറ്റ ഇല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി പെർസെൻറ്റേജ് കുറയുന്നുണ്ട്, റവന്യൂ കൂടുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കോഷ്യസ് ആയിട്ട് നിൽക്കേണ്ട ഒരു സംഭവമാണ്. കാരണം മാർക്കറ്റിനകത്ത് ഇതൊരു പെർഫെക്റ്റ് ഡേറ്റ അല്ല. ചില സ്റ്റോക്സിൻ്റെയൊക്കെ റിസൾട്ട് വരുമ്പോൾ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് എല്ലാ ഡേറ്റാസും വളരെ പെർഫെക്റ്റ് ആയിട്ട് കയറുന്നതാണ്. പക്ഷേ ഇവിടെ പ്രോഫിറ്റ്സ് കൂടുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്ത് പ്രോഫിറ്റായിട്ട് എടുത്ത് അതായത് നമ്മുടെ സെയിൽസും റവന്യൂ ഒക്കെ വരുന്നുണ്ടെങ്കിലും അതിൽ നിന്നുള്ള പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കുറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് അറ്റ് ലാസ്റ്റ് ഫൈനൽ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കുറഞ്ഞു വരുന്നതായിട്ട് എല്ലാ കമ്പനികളുടെയും റിസൾട്ട് മിക്കവാറും എല്ലാത്തിലും കാണിക്കുന്നുണ്ട്. സോ അതൊരു സിറ്റുവേഷൻ ഉണ്ട്. എന്നാലും മാർക്കറ്റിനെ ഇന്ന് റിലയൻസിൻ്റെ ഡേറ്റയും ഓക്കെയാണ്. അപ്പോൾ ആ ഒരു ഓയിൽ പ്രൈസിൻ്റെ പ്രശ്നം കാരണം പക്ഷേ ജിയോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇത് കാരണം ഇന്ന് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധ്യത ഏറ്റവും കൂടുതൽ ആ ഒരു റിലയൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ റിലയൻസിൻ്റെ ഓപ്പണിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് വീഴുന്നതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു 50% 50% ഒന്ന് തിരിച്ച് കയറി ഒന്ന് വീണ്ടും സ്ലോ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു 30-40% റിക്കവർ ചെയ്തു എന്നുള്ളതാണ്. ആ യുദ്ധത്തിൻ്റെ ഒരു റിക്കവറി അവിടെ നടന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി അല്ല, ഓക്കെ, കുഴപ്പമില്ലാത്ത ഒരു റിക്കവറി അവിടെ വന്നിട്ട് നമ്മളവിടെ സൈഡ് വേസ് നിൽക്കുകയാണ്. ഇത് ഒരു നമ്മുടെ മാർക്കറ്റിൻ്റെ തരക്കേടില്ലാത്ത ടെൻഷനില്ലാത്ത ഒരു സപ്പോർട്ട് ഏരിയയാണ്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ സിറ്റുവേഷൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 24,000 എന്നുള്ള 24,100 താഴെയുള്ള ഒരു ഏരിയയിലാണ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. സോ ഈ സെല്ല് ചെയ്ത ഇത്രയും വലിയൊരു റെഡ് ക്യാൻഡലിന് പകരം മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇൻവിസിബിളി ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ പ്രഷറിൻ്റെ ഒരു 60% ഹീൽ ചെയ്തു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. സോ അതുകൊണ്ടാണ് തംബ്നെയിലിനകത്ത് ഇതൊരു സപ്പോർട്ടാണോ എന്നുള്ള രീതിക്ക് ഇട്ടിരുന്നത്. സോ അതുമാത്രമല്ല, ഇതൊരു സപ്പോർട്ട് ഏരിയ തന്നെയാണ്. 24,000 എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ മീഡിയൻ ലൈനാണ്. അപ്പോൾ 23,800 720 മേളിൽ നിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് തീരെ ബെയറിഷല്ല, എന്നാൽ മാർക്കറ്റ് ബുള്ളിഷോ അല്ല. അപ്പോൾ ബുള്ളിഷ് ആവണമെങ്കിൽ 24,500-ൻ്റെയോ 24,800-ൻ്റെയോ മേളിൽ വരണമായിരുന്നു. അവിടെ വന്നിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് ഇനി ഇവിടെ നിന്ന് സ്ലോലി പതുക്കെ വന്ന് ഈ ഒരു സെക്കൻഡ് ഏരിയ ആയിട്ടുള്ള 24,350 റേഞ്ചിൽ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ട്രേഡിംഗ് ഡേയുടെ അജണ്ട എന്ന് പറയുന്നത്. ഇതിന് ശേഷം മേളിലേക്ക് കയറുവാണെങ്കിൽ നമുക്ക് 440 to 520 കാണാം. പിന്നെ മേളിലേക്ക് 800 റേഞ്ചാണ്, 24,800 റേഞ്ചാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് റെസിസ്റ്റൻസ്, അപ്പോൾ ഈ ഒരു സപ്പോർട്ടിൽ നിന്നിട്ട് ഇനി ഇത് ഭാവിയിൽ ഈ ഒരു ലെവലിലേക്ക് പോകുമോ എന്നുള്ളതാണ് കാൽക്കുലേഷൻ.
ഇല്ല, ഓപ്പൺ ചെയ്തതിന് ശേഷം തിരിച്ച് വന്ന് ഈ സപ്പോർട്ടിലേക്ക് തിരിച്ച് വീണ്ടും വരുവാണെങ്കിൽ 23,960 റേഞ്ചിലേക്കോ ഇല്ലെങ്കിൽ 23,800 ബ്രേക്ക് ചെയ്ത് പോയാൽ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കി വെക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് 23,720 വരെ 3 ലെവൽസ് ഉണ്ട്. ഓപ്പൺ ചെയ്യുന്ന ഇവിടെ ആയതുകൊണ്ട് തന്നെ 24,000, 23,960, 23,880, 23,800, 23,720 എന്നിങ്ങനെ ഈ ഒരു 4-5 ലെവൽസ് നമുക്ക് നോക്കി വെക്കുക എന്നുള്ളതാണ്. ഇതിനും താഴേക്ക് പോയാലും 23,600 ആണ് ഇതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മേളിലേക്ക് പോയാൽ 24,100 അതിന് തൊട്ടടുത്തായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ 100 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 180 ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് എടുക്കാറുണ്ട്. 180 to 240 ആണ് അതിൻ്റെ അടുത്ത ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്. 240ക്ക് ശേഷം 350യും 440യും ആണ് അടുത്ത ടാർഗറ്റ് ഏരിയാസ് എന്ന് പറയുന്നത്. സോ ഇതായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത ലെവൽ ഓഫ് മൂവ്സ് എന്ന് പറയുന്നത്. നല്ല വോളറ്റൈലിറ്റി ആവാനുള്ള സാധ്യതയുണ്ട്. ഈ വീക്കിൽ ഫ്രൈഡേ ഹോളിഡേ ആണ്, അതുകൊണ്ട് 4 ദിവസമായിരിക്കും ട്രേഡിംഗ് ഡേ ഉണ്ടാവുക. സോ നാളെ നിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് വോളറ്റൈലിറ്റി കാണിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അതിനനുസരിച്ചിട്ട് മാർക്കറ്റിൽ ശ്രദ്ധയോടെ ട്രേഡ് ചെയ്യുക. ആക്സിസ് ബാങ്കിനെ വാച്ച് ചെയ്യുക, മൊമെൻറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. HDFC ബാങ്ക്, റിലയൻസ്, ഇത് 3 സ്റ്റോക്കിലും മൊമെൻറ്റം ഉണ്ടാവാനുള്ള നല്ല സാധ്യതയുണ്ട്. ബാക്കി വലിയ ഡേറ്റാസ് ഒന്നുമില്ല. ഈ IT സെക്ടർ ഒന്ന് കാം ഡൗൺ ആവാനുള്ള കഴിഞ്ഞ ദിവസം വീഴ്ചയുടെ ഏറ്റവും കാരണം എന്ന് പറയുന്നത് IT സെക്ടറും ബാങ്കിങ് സെക്ടറും ആയിരുന്നു. IT സെക്ടറാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ IT സെക്ടർ ഇന്ന് കാം ഡൗൺ ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഒരു സൈഡ് വേസ് ഏരിയയെങ്കിലും കിട്ടിയാൽ നമുക്കിന്ന് 24,100 ലെവലിലൊന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ പോലും ദാറ്റ് ഈസ് ഫൈൻ. അപ്പോൾ ഇതാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ സെറ്റ് ഓഫ് സ്വിംഗ് സ്റ്റോക്സ് ഞാൻ ഇവിടെ പറയുന്നില്ല, ഗ്രൂപ്പിൽ ചോദിക്കുന്നുണ്ട്. എന്നാലും ഞാനത് 1-2 സ്റ്റോക്സ് പറഞ്ഞു തരാം. പക്ഷേ എൻട്രി എടുത്താൽ മാർക്കറ്റിൻ്റെ ഒരു സൈഡ് വേസ് ഏരിയയിൽ എൻട്രി എടുത്താൽ അത് പെർഫെക്റ്റ് ആവണമെന്നില്ല. ഞാൻ സ്റ്റോക്കിൻ്റെ പേര് നമ്മുടെ ചാനലിനകത്ത്, ടെലിഗ്രാം ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.